കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിശിഷ്ട വ്യക്തികൾ നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ നമ്മളോട് ചേർന്നിരിക്കുന്നത് മറുനാടൻ വ്യവസായി, അതായത് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ധാരാളം ബിസിനസ്സുകളുള്ള സക്സസ്ഫുള്ളായ ബിസിനസ്മാനായ ഉബൈസ് അബ്ദുൽ സൈനുലാബ്ദി. ഓക്കെ, എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ഈ ഒരു ഗവൺമെന്റിന്റെ ഈ ഒരു പുതിയൊരു ഞാൻ 1988 ഇവിടെ ഒരു SSI യൂണിറ്റ് നടത്തിയിരുന്ന ആളാണ്. പിൽക്കാലത്ത് ആ വ്യവസായം ഇങ്ങനെ വളർന്നു വരും തോറും എനിക്ക് പ്രതിസന്ധികൾ ഉണ്ടായതുകൊണ്ട് ഞാൻ സ്റ്റേറ്റിന് പുറത്തു പോയ ആളാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബിസിനസ് സക്സസ് ആയിട്ട് നടക്കുന്നത് തെലങ്കാനയിലും ഹരിയാനയിലും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിലേക്കൊരു തിരിഞ്ഞു നോക്കൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ആ മുൻകാല അനുഭവം വെച്ചുകൊണ്ട് കുറച്ച് മടിയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മാറി വരുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സബ്മിറ്റിൽ പങ്കെടുത്തത്. അപ്പോൾ ഈ സബ്മിറ്റിൽ ായിട്ട് കേരളത്തിലേക്ക് ഞങ്ങളുടെ ഒരു വ്യവസായം കൊണ്ടുവരണമെന്നൊരു തീരുമാനം വരിക. അപ്പോൾ അതുമല്ലാതെ എൻ്റെ മകൻ കൂടി പങ്കെടുക്കുകയാണ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഹൈദരാബാദിലെ ബ്ലൂ ക്ലീൻ സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനി, വൈറ്റ് ലേബലിംഗ് ചെയ്യുന്ന കമ്പനി, ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ വൈറ്റ് ലേബലിംഗ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. അവർക്ക് വേണ്ടി സാധനം ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനിയാണ്. അത് ലോണ്ടറി കെമിക്കൽസ് ആൻഡ് ലോണ്ടറി മെഷീൻസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് കേരളത്തിൽ കൊണ്ടുവരാനും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു 25 കോടിയിൽ കുറയാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൊണ്ടുവരാനും ഒരു തീരുമാനം എടുക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം ഈ ഒരു മീറ്റിംഗിന് ശേഷം ഇത് കണ്ടതിന് ശേഷം ഇപ്പോൾ KSEDC എന്ന് ഞാൻ ഫോം വാങ്ങിയിരിക്കുകയാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു സംശയമുണ്ടായിരുന്നു, ആശങ്ക. കേരളത്തിൽ ഒരു വ്യവസായം കൊണ്ടുവന്നാൽ എങ്ങനെ, ഇവിടുത്തെ സപ്പോർട്ട് കിട്ടുമോ? അപ്പോൾ ഒരു മലയാളി ആയിട്ട് കൂടി ഞാനൊരു NRK, നോൺ റെസിഡൻസ് ഓഫ് കേരളയാണ്, എന്നിട്ടും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംശയം ഈ ഒരു സബ്മിറ്റിൽ പങ്കെടുക്കുന്നതോടുകൂടി ദൂരീകരിക്കുകയാണ്. ഇവിടുത്തെ അനന്തമായ സാധ്യതകൾ പിന്നെ മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഇവിടെ പങ്കെടുക്കുന്നതിലുള്ള പ്രധാനം. ഞാൻ ഈ മീറ്റ് കഴിഞ്ഞ ഉടനെ ഞാൻ ഭോപ്പാലിൽ നടക്കുന്ന മധ്യപ്രദേശ് ഇൻവെസ്റ്റ്മെൻറ്റ് സബ്മിറ്റിൽ പങ്കെടുക്കാനിരിക്കുകയാണ്. അപ്പോൾ ഹൈദരാബാദിൽ നിന്ന് അടുത്ത പ്രോജക്റ്റ് ഭോപ്പാലിൽ പോകണമോ അല്ലെങ്കിൽ പിന്നെ മധ്യപ്രദേശിൽ പോകണമോ കേരളത്തിൽ വരണമോ എന്നൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ രണ്ടാമത്തെ ഞങ്ങളുടെ പ്രോജക്റ്റ് കേരളത്തിൽ തന്നെ വരാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഈ സബ്മിറ്റിൽ പങ്കെടുക്കുന്ന കാരണമായി തീരുമാനമെടുത്തത്. മകനും ബിസിനസ് മേഖലയിൽ ചുവടുവെച്ചിട്ടുണ്ട്. അദ്ദേഹവും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാനാണ്. എങ്ങനെ തോന്നുന്നു ഒരു പുതിയ ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ബിസിനസ് കാഴ്ചപ്പാടുകൾ കേരളത്തിലെ പുതിയ ജനറേഷനിൽ വരുമ്പോൾ കേരളത്തിൽ നമുക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു, തുടങ്ങിയാൽ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ വരാനുള്ളൊരു ഊർജ്ജം ഉണ്ടാകുന്നുണ്ട്, കാണുമ്പോൾ ഉള്ളൊരു ഇതുണ്ട്. അല്ലാണ്ട് സംശയമുണ്ട് നമുക്ക് കേരളത്തിൽ വന്നാൽ എങ്ങനെയാണ് അതിൻ്റെ റൺ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും കാര്യങ്ങൾക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊരു ക്ലാരിറ്റി ഇപ്പോൾ അതെ, ഇവിടെ വരുമ്പോൾ കാണുമ്പോൾ ഒരു ക്ലാരിറ്റിയും നമുക്ക് ഗവൺമെൻറ് എത്ര സപ്പോർട്ടായിരിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് അത്രയ്ക്ക് നമുക്ക് പിന്താങ്ങും എല്ലാത്തിലും എന്നുള്ളത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ധാരണ തന്നെ മാറ്റിയെടുത്തല്ലോ. അതെ അതെ അതെ, നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പം ഹൈദരാബാദിലേക്ക് ബിസിനസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരെണ്ണം തുടങ്ങണമെന്ന് ചിന്തിച്ചപ്പോൾ നമുക്കിങ്ങനെ ക്ഷണം കിട്ടി വന്നു, നോക്കിയപ്പോൾ നമുക്ക് ഇത്രയും സപ്പോർട്ട് തരുന്നുണ്ട് ഗവൺമെൻറ്. എടുത്തോണം വന്നാലും നന്നായിരിക്കും എന്ന് തന്നെ തോന്നുന്നു. തുടർഭരണം ഒരു പ്രോജക്റ്റ് തുടങ്ങി വെക്കുമ്പോൾ ആ പ്രോജക്റ്റ് തുടങ്ങി വെച്ചതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂറ്റി വരുമ്പോഴാണ് അത് കുറച്ചുകൂടി സക്സസ് ആക്കി കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞം മദർപോർട്ട് ആക്ഷൻ സമിതിയുടെ മീഡിയ കൺവീനർ ആയിരുന്നു ഒരു കാലത്ത്. ഈ വിഴിഞ്ഞം മദർപോർട്ട് വരാൻ വേണ്ടി സ്വപ്നം കണ്ട ചെറുപ്പക്കാരിൽ ഒരാളാണ്. അപ്പോൾ അതിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഔട്ട്പുട്ടൊക്കെ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. എന്താണ്, മദർഷിപ്പ് വരണം, ഇവിടെ ട്രാൻസ്പോർട്ടേഷനും ഗതാഗതവും ഒക്കെ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ വന്ന് ആകെ മാറിപ്പോകുന്ന ഒരു സിസ്റ്റമേ ഉള്ളൂ. ഇവിടുന്ന് തന്നെ റോഡുവിലൊക്കെ പോകാൻ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ഈ ഡിറ്റർജൻറ്റിൽ വ്യത്യസ്തമായ പൗഡേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നവരാണ് ഞങ്ങൾ. ഇപ്പോൾ ഡിറ്റർജൻറ്റ് രംഗത്ത് നമുക്കൊരു വലിയ സാധ്യത ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ഇവിടുന്ന് വർദ്ധിക്കും. വളരെ വില കുറഞ്ഞ ഡിറ്റർജൻറ്റ് പൗഡേഴ്സൊക്കെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഉഗാണ്ട, റുവാണ്ട, നൈജീരിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വിഴിഞ്ഞം മദർപോർട്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ ഈ ഗ്ലോബൽ കേരള സബ്മിറ്റിന് ഒരു വലിയ വാല്യൂ ഉണ്ട്. അപ്പോൾ അത് ഈ സ്പീഡി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആര് തുടങ്ങി വെക്കുന്നോ, ആരതിൽ പിന്തുണ കൊടുക്കുന്നോ അവർ തന്നെ തുടരുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കുക. കാരണം പുതിയൊരു സംവിധാനം വരുമ്പോൾ ആ സംവിധാനം പിന്നെ വീണ്ടും അടിയനെ ഒന്ന് ആലോചിച്ച് വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് നമുക്കറിയാം, നമ്മൾ മലയാളിയാണ്, പുറത്താണ്, ഞങ്ങളുടെ GST ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ GST കൊടുക്കുന്നവരാണ്. പക്ഷേ ആ GST വേറെ സ്റ്റേറ്റിൽ കിട്ടുമ്പോഴും ഞങ്ങൾക്ക് അന്നം തരുന്ന സ്റ്റേറ്റാണ് അവിടെ. ബട്ട് ഒരു മലയാളി എന്ന നിലയിൽ
ഈ പണം കേരളത്തിന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത മലയാളികളുണ്ടാവില്ല. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വരാനുള്ളൊരു ധൈര്യം ഉണ്ടാക്കി തരികയാണ് യഥാർത്ഥത്തിൽ ഈ സബ്മിറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ വന്നാൽ എല്ലാ വിധത്തിലും നമുക്ക് സപ്പോർട്ടുകൾ കിട്ടുമെന്നുള്ള ആശങ്കകൾ മാറ്റിത്തരികയാണ് ഈ സബ്മിറ്റ് ചെയ്യുന്നത്. താങ്ക് യു.